നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മലയാളം താരം മഞ്ജു വാര്യരുടെ വാഹനം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഫ്ലൈയിംഗ് സ്ക്വാഡ് സംഘം തടഞ്ഞു നിർത്തി പരിശോധിച്ചു. ചിദംബരം തിരുച്ചിറപ്പള്ളി റോഡിൽ ലാലുഗുഡിക്ക് സമീപം പതിവ് പരിശോധനയുടെ ഭാഗമായാണ് വാഹനം തടഞ്ഞത്. പരിശോധനയ്ക്ക് ശേഷം വിട്ടയക്കുകയും ചെയ്തു. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരിശോധനകൾ തുടരുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനു ശേഷം അനധികൃതമായി പണം എത്തിക്കുന്നത് തടയാനാണ് സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യാപക പരിശോധനകൾ നടത്തുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിൽ രജിസ്റ്റർ ചെയ്ത വാഹനങ്ങളാണ് ഇത്തരത്തിൽ കൂടുതലായും പരിശോധിക്കാറുള്ളത്. മഞ്ജു വാര്യരുടെ കേരള രജിസ്ട്രേഷൻ കാർ കണ്ടപ്പോൾ ഉദ്യോഗസ്ഥർ കൈകാണിച്ചു. തിരുച്ചിറപ്പള്ളി അരിയല്ലൂർ ബൈപ്പാസിലായിരുന്നു പരിശോധന. ഇതിനിടയിൽ മഞ്ജുവിനെ തിരിച്ചറിഞ്ഞ് നാട്ടുകാരും മറ്റു യാത്രക്കാരും സെൽഫിക്കായി പിന്നാലെ എത്തി. പരിശോധനയ്ക്ക് ശേഷം ഉടൻ തന്നെ നടിയെ പോകാൻ അനുവദിച്ചെങ്കിലും എല്ലാവരുമായി സെൽഫി എടുത്ത ശേഷമാണ് മഞ്ജു യാത്ര പുനരാരംഭിച്ചത്. മഞ്ജു തന്നെയായിരുന്നു കാർ ഓടിച്ചിരുന്നതും കൂടെ മാനേജറും ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ മുൻ മുഖ്യമന്ത്രി എടപ്പാടി കെ പളനിസ്വാമിയുടെ കാർ പതിവ് പരിശോധനയുടെ ഭാഗമായി ഇസിയുടെ ഫ്ലൈയിംഗ് സ്ക്വാഡ് പരിശോധിച്ചിരുന്നു. സംസ്ഥാനത്തുടനീളം തിരച്ചിൽ ശക്തമാക്കിയ ഇസിയുടെ ഫ്ലൈയിംഗ് സ്ക്വാഡ് താരമ്പരം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ശനിയാഴ്ച 4 കോടി രൂപ പിടിച്ചെടുത്തിരുന്നു. ബിജെപി പ്രവർത്തകൻ അടക്കം 3 പേർ അറസ്റ്റിലാകുകയും ചെയ്തു. ബിജെപി പ്രവർത്തകനായ എസ് സതീഷ്, ഇയാളുടെ സഹോദരൻ നവീൻ, ഡ്രൈവറായ പെരുമാൾ എന്നിവരാണ് തിരുനെൽവേലിയിലേക്കുള്ള യാത്രക്കിടെ പിടിയിലായത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഫ്ലൈയിംഗ് സ്ക്വാഡ് ചെന്നൈയിലെ താമ്പരം റെയിൽവേ സ്റ്റേഷനിൽ ശനിയാഴ്ച രാത്രി നടത്തിയ പരിശോധനയിലാണ് പണം പിടിച്ചെടുത്തത്. നിരവധി ബാഗുകളുമായി 3 അംഗ സംഘം ട്രെയിനിൽ കയറിയെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു തിരച്ചിൽ. 500 രൂപയുടെ നോട്ടുകൾ 6 ബാഗുകളിലാക്കി AC കമ്പാർട്ട്മെന്റിലായിരുന്നു സൂക്ഷിച്ചത്. വോട്ടർമാർക്ക് വിതരണം ചെയ്യാനുള്ളതായിരുന്നു പണം എന്നാണ് സൂചന. തിരുനെൽവേലി ലോക്സഭാ മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥി നൈനാർ നാഗേന്ദ്രന്റെ നിർദ്ദേശപ്രകാരമാണ് പണം കൊണ്ടുവന്നത് എന്ന് പിടിയിലായ സതീഷ് ഉൾപ്പെടെയുള്ള പ്രതികൾ സമ്മതിച്ചതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നാഗേന്ദ്രനുമായി ബന്ധമുള്ള വിവിധ ഇടങ്ങളിൽ പോലീസ് പരിശോധന നടത്തി. പണത്തിന്റെ ഉറവിടം കണ്ടെത്തുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പിടിയിലായ 3 പേരെയും ആദായ നികുതി വകുപ്പ് ചോദ്യം ചെയ്യും. എന്നാൽ സംഭവത്തിൽ തമിഴ്നാട് BJP പ്രതിസന്ധിയിലാണ്. കാരണം സംഭവത്തിൽ സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലൈ ഇതുവരെ വ്യക്തമായി പ്രതികരിച്ചിട്ടില്ല. പ്രതികൾ റെയിൽവേ ഇക്യൂവിന് അപേക്ഷിച്ചത് തിരുനെൽവേലി മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥിയും BJP MLAയുമായ നൈനാർ നാഗേന്ദ്രന്റെ ഔദ്യോഗിക ലെറ്റർ പാഡിലാണെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. നൈനാർ നാഗേന്ദ്രന്റെ തിരിച്ചറിയൽ കാർഡും അറസ്റ്റിലായ 3 പ്രതികളുടെയും കൈവശമുണ്ടായിരുന്നു. ഇവർ MLAയുടെ ഹോട്ടലിലെ ജീവനക്കാരാണ്. ബാഗുകളുമായി 3 അംഗ സംഘം ട്രെയിനിൽ കയറിയെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു തെരച്ചിൽ. അറസ്റ്റിലായവരുമായി തനിക്ക് ബന്ധമില്ലെന്നാണ് MLA പ്രതികരിച്ചത്. എന്നാൽ ഇത് പോലീസ് വിശ്വാസത്തിൽ എടുത്തിട്ടില്ല. റോഡ് മാർഗം പോയാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരിശോധനയിൽ പിടിക്കപ്പെടും എന്ന് കണ്ടാണ് പ്രതികൾ ട്രെയിനിൽ യാത്ര ചെയ്യാൻ തീരുമാനിച്ചത്. ഇതിനായി ടിക്കറ്റ് ബുക്ക് ചെയ്തെങ്കിലും വെയിറ്റിംഗ് ലിസ്റ്റിലായതോടെയാണ് MLAയുടെ ലെറ്റർ പാഡിൽ ഇക്യു അപേക്ഷ നൽകിയത്. നെല്ലായി എക്സ്പ്രസിൽ S7 കോച്ചിലാണ് ഇവർ യാത്ര ചെയ്തിരുന്നത്.